ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഒരു തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണം. എബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 27-28 തിരുവെഴുത്തുകൾ വായിച്ച് സഹായിക്കണം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. മഹത്വാന പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല രാത്രി സമയത്തിനായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രി ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. തിരുവചനം ധ്യാനിപ്പാൻ ഈ രാത്രി വിശേഷ കൃപ നൽകണമേ. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തേണം. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവെഴുത്താണ്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമൊക്കെ ആയിരിക്കുന്ന ബഹുമാന്യ ദൈവഭൃത്യന്മാർ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, ഈ ഓഡിറ്റോറിയത്തിൽ പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യ ദൈവമക്കൾ, ദൂരത്തിരുന്ന് യോഗം ശ്രദ്ധിക്കുന്ന വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവെഴുത്താണ്. 27-28 ഈ മൈക്ക് ഇച്ചിരൂടെ കൂട്ടത്തത്. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. പിശാചി ലോകം എത്ര നാൾ ഭരിച്ചുകൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കി കാണുക വാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക വാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക വാർത്തലത്തിൻ ദുരിതം. കർത്താവെ നോക്കി കാണുക വാർത്തലത്തിൻ ദുരിതം, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ താമസം എന്താകോ വന്നിടാനേശു, താമസം എന്താകോ താമസം എന്താകോ
വന്നിടാനേശു കാലതാമസം എന്താകോ. കാലതാമസം എന്താകോ വന്നിടാനേശു കാലതാമസം എന്താകോ. കാലതാമസം വന്നിടാനേശു കാലതാമസം എന്താകോ. കാതാനിൻ വരവിനായി കാത്തിരും കാതാനിൽ വരവിനായി കാത്തിരും കാതാനിൻ വരവിനായി കാത്തിരും നിന്റെ മൗനം. കാതാനിൻ വരവിനായി കാത്തിരും നിന്റെ മാനം. വെന്തൂരുകുന്നു കണ്ണും മങ്ങും മാനുവേലെ. കാലതാമസം എന്താകോ വന്നിടാനേശു കാലതാമസം നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട മുരളി പാസ്റ്റർ, വേദിയിലായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർ, വാത്സല്യ അമ്മച്ചി, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചാത്തന്നൂർ സെന്ററിന്റെ ചുമതല മുൻപ് വഹിച്ച് ഇപ്പോൾ കർത്താവിന്റെ മഹത്വമുള്ള വേല വിദേശത്തും ആമേ നാട്ടിലുമൊക്കെ ആയി ചെയ്യുന്ന ബഹുമാന്യ കർത്തദാസൻ പ്രിയ പാപ്പച്ചൻ പാസ്റ്റർ കുടുംബം, ഇന്ന് രാത്രി കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർ, ദൈവമക്കൾ ഏവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വീണ്ടും വന്ദനം ചൊല്ലുന്നു. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. വളരെ പരിചിതമായ തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27. എനിക്ക് മൈക്കൊരു ഇതായിട്ട് വരുന്നത് എന്തോ പറ്റും മോനെ, എന്തുവാ അത്? ശരി, എന്റെ കുഴപ്പമാണോ? ഈ ഓഡിറ്റോറിയം ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും അല്ലയോ? അതാ അതാ ഇനി നോക്കട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ പ്രസംഗവും യാത്രയും ശുശ്രൂഷയൊക്കെ ഉള്ളത് കൊണ്ട് മൈക്ക് നന്നായിട്ട് വർക്ക് ചെയ്തില്ല. അത് പിന്നത്തേതിൽ ബുദ്ധിമുട്ടാകും. ഇന്ന് വളരെ ശാന്തമായിട്ട് നമുക്ക് ചില കാര്യം ചിന്തിക്കാം. ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായം എനിക്ക് തിരിയുന്നില്ല. ഫീഡ്ബാക്ക് കൂട്ടാനും ഒന്ന് കൂട്ടി നോക്കിയാൽ നമുക്ക് നോക്കാം. എനിക്ക് കേൾക്കണ്ടായോ? പറയുന്നത് എന്നാന്ന് ഞാനിവിടെ നിന്ന്
ദൈവത്തിന് ഈ പരുവത്തിൽ നിൽക്കട്ടെ. ഇനി പിടിച്ചു തിരിക്കുവൊന്നും ചെയ്യരുതേ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27, 28 തിരുവെടുത്തുകളാണ്. ഈ വാക്യത്തില് ധാരാളം വിഷയങ്ങൾ അവിടെ നമുക്ക് തരംതിരിച്ച് പഠിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് 3 കാര്യമാണ് എടുക്കുന്നത്. 1, ഒരിക്കൽ മരിക്കും. 2, ഒരു ന്യായവിധിയുണ്ട്. 3, യേശുക്രിസ്തു വീണ്ടും വരും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ കാര്യം നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാ. ചിലര് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് ഇതാദ്യമായിട്ട് കേൾക്കുന്നതല്ല, നിങ്ങൾക്കറിയാം. പിന്നെ ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. തെറ്റ് വല്ലതും ഉണ്ടോ, അപാകത വല്ലതും ഉണ്ടോ, ഞങ്ങൾ പറയുമ്പോഴാന്നോ പുള്ളി പറയുന്നത് എന്നൊക്കെയാ ചിലര് ചിന്തിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്ന് രാത്രി വളരെ ലളിതമായി ചില കാര്യങ്ങൾ ചിന്തിക്കും. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. നമുക്കറിയാം, ഈ പുസ്തകം 66 പുസ്തകങ്ങളാണ്. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അതിൽ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ, 8 എഴുത്തുകാരാൽ എഴുതപ്പെട്ട 27 പുസ്തകം. ഈ പുസ്തകത്തെ സാധാരണ 3 തരംതിരിക്കുന്നു. 1, ചരിത്ര പുസ്തകം. 2, ഉപദേശ വിഷയങ്ങൾ. 3, ഭാവികാലം സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകൾ, വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് സാധാരണ തരംതിരിച്ച് പഠിക്കുന്നത്. ഞാൻ പാപ്പച്ചായനെ മറഞ്ഞു നിൽക്കുക. ഇങ്ങോട്ടിരിക്കുന്നെങ്കിൽ അങ്ങോട്ടിരുന്ന മറഞ്ഞു നിൽക്കുന്നത് ഒരു സുഖമല്ലല്ലോ. ഇന്നത്തെ സാഹചര്യം ഇതായതുകൊണ്ടാണ്. അപ്പൊ അവിടെ ഇരിക്കുന്നവർക്ക് കാണാൻ മേല. മൈക്കിന്റെ ഇതനുസരിച്ചാണ് നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾ ക്ഷമിക്കുക. അല്ലെ, നിങ്ങൾ ഇങ്ങോട്ടിരിക്കാമെങ്കിലും കുഴപ്പമില്ല. തീരെ കാണാൻ പറ്റാത്തവർ ഇങ്ങോട്ടിരുന്ന കസേരയുണ്ട്. അപ്പോൾ 27 പുസ്തകം, പുതിയ നിയമത്തിലെ 27 പുസ്തകം. ഇതിങ്ങോട്ട് ചായച്ചാൽ മതിയൊന്നു. എന്നാ മോനെ ഇതിങ്ങോട്ടൊന്ന് ചരിച്ചു വെക്ക. ഞാൻ ഇങ്ങോട്ട് നീങ്ങാനോ? എന്നാലും അത് പിന്നെ എനിക്ക് ഇതിങ്ങോട്ട് ചരിച്ചു വെക്കാതെ ഒക്കത്തില്ല. ഇതിങ്ങോട്ട് ചരിച്ചു. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് ആദ്യ ദിവസമല്ലേ, പല കാര്യങ്ങളൊക്കെ ഓർഡർ വരും. നാളെയും മറ്റന്നാളും ഒക്കെ അതെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പോൾ 27 പുസ്തകത്തില് 3 ഭാഗമായിട്ടാണ് നമ്മൾ തരംതിരിച്ച് പഠിക്കുന്നത്. 1, ചരിത്ര പുസ്തകം. 2, ഉപദേശ വിഷയങ്ങൾ, ലേഖനങ്ങളാ. 3, ഭാവികാലം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. അതില് ചരിത്ര പുസ്തകം 5 പുസ്തകമാണ്. ചരിത്ര പുസ്തകം പുതിയ നിയമത്തിൽ ആ 5 പുസ്തകത്തെ 2ആയിട്ട് തരംതിരിച്ച് 2 ചരിത്രമാണ്. 1, ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രം. നല്ല ചരിത്രമാ. കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേൾക്കുന്നവർക്ക് ആശ്വാസം ഉണ്ടാക്കുന്ന ചരിത്രം, കേട്ടാൽ വിടുതൽ നടക്കുന്ന ചരിത്രം. മാത്രമാണോ, ഭൂതങ്ങൾ വിട്ടുപോകും, രോഗികൾ സൗഖ്യമാക്കും, മുടന്തര് നടക്കും, ചെകിടർക്ക് കേൾവി, ഊമരെ സംസാരിക്കും, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ചരിത്രമാണ് ക്രിസ്തുവേശുവിന്റെ ചരിത്രം. അതാണ് ആദ്യത്തെ 4 പുസ്തകം. 5 പുസ്തകം ചരിത്ര പുസ്തകത്തിൽ 4 പുസ്തകം ഒരു വ്യക്തിയുടെ ചരിത്രം. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ ചരിത്രം. ഞാൻ പറയാറുണ്ട്, നമ്മുടെ ആരുടെയും ചരിത്രം അധികം പറയാതിരിക്കുന്ന നല്ലത്. എന്നാൽ കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. അതാ നല്ല ചരിത്രം. അത് പറയുന്നതാ കുറച്ചുകൂടെ നല്ലത്. 5ാമത്തെ ആ പുസ്തകം, ചരിത്ര പുസ്തകം, ആദിമ സഭയുടെ ചരിത്രമാണ്. അപ്പോസ്തല പ്രവൃത്തി, ആദിമസഭ. ആദിമസഭ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഭൂമിയെ കാണുന്ന ഒരു സഭയല്ല. കത്തോലിക്കരുമല്ല, യാക്കോബായുമല്ല, ഓർത്തഡോക്സുമല്ല, റീത്തുമല്ല, ലത്തീനുമല്ല, ലണ്ടനുമല്ല,
CMSO, CSO, ആംഗ്ലിക്കനോ, സാൽവേഷൻ ആർമിയോ, അതുപോലെ തന്നെ ഇവാഞ്ചലിക്കലോ, മാർത്തോമായോ, പെന്തിക്കോസോ, ബ്രദറോ, പെന്തിക്കോസ് തന്നെ പല വകുപ്പുകളുണ്ട്. TPM, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, IPC, ഷാരോന്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, പിന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ പിന്നെ ചർച്ച് ഓഫ് ഗോഡ്, തമ്പിച്ചന്റെയും മേവിച്ചന്റെയും. കല്ലുമല കുഞ്ഞോനിച്ചാൻ പോയെങ്കിലും അവര് കുഞ്ഞോനിച്ചാന്റെ സഭ എന്നൊക്കെയാ പറയുന്നത്. ഇവരുടെ ആരുടെയും ചരിത്രമല്ല ഈ പുസ്തകത്തിൽ. അപ്പോസ്തല പ്രവൃത്തിയിലെ സഭകളുടെ ചരിത്രം പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ ചരിത്രമാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഈ സഭകളിലുള്ള എല്ലാവരും ഒന്നും രക്ഷിക്കപ്പെട്ടതല്ല. നിങ്ങൾ എന്നെ നോക്കി പേടിപ്പിക്കുവൊന്നും വേണ്ട, എല്ലാവരും ഒന്നും രക്ഷിക്കപ്പെട്ടതല്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല, അത് പറയേണ്ട സ്ഥലവും സമയവും ഇവിടെ അല്ലല്ലോ. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. ആ സഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. പിന്നീടുള്ള 21 പുസ്തകങ്ങൾ ലേഖനങ്ങളാണ്. ലേഖനങ്ങളെല്ലാം ഉപദേശ വിഷയങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ ഉപദേശ വിഷയങ്ങളാണ്. ഒടുവിലായിട്ട് വെളിപ്പാട് പുസ്തകം. റോമാലേഖനം വിശ്വാസത്താൽ നീതീകരണം, കൊരിന്ത് ലേഖനം നീതീകരിക്കപ്പെട്ടവരുടെ വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം അവരുടെ സ്വാതന്ത്ര്യം, എഫേസ് ലേഖനം അവരുടെ സ്ഥാനമാനങ്ങള്, ഫിലിപ്പിയ ലേഖനം അങ്ങനെയുള്ളവരുടെ സന്തോഷം, കൊലോസ് ലേഖനം അവകാശം, തിമോത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും വേണമെങ്കിൽ ഫിലോമോന്റെ ലേഖനം കൂടെ ചേർത്ത് പഠിച്ചാൽ അത് പ്രമാണങ്ങളെ കൊടുക്കുക. ദൈവസഭയിൽ എങ്ങനെ നടക്കണം, ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ നമുക്ക് പ്രമാണമില്ല, അതിന് പ്രമാണമുണ്ട്. വായിച്ചേ തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാൻ ആശിക്കുന്നു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാൻ ആശിക്കുന്നു. പിന്നെ താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അപ്പൊ സഭയ്ക്കകത്ത് നടക്കേണ്ടത് എങ്ങനെയാന്നുള്ള പ്രമാണം. അതായത് ഉപദേശങ്ങൾ, ലേഖനങ്ങൾ മുഴുവൻ പ്രമാണങ്ങളാണ്, ഉപദേശങ്ങളാണ്. സഭയിൽ എങ്ങനെ നടക്കണം, ഒരു ദൈവവൈതൽ എങ്ങനെ നടക്കണമെന്ന് വേദപുസ്തകത്തിൽ ധാരാളം തെളിവുകളുണ്ട്. കൂട്ടായ്മയിൽ നടക്കണം, താഴ്മയോടെ നടക്കണം, ക്രിസ്തുവിൽ നടക്കണം, പരിജ്ഞാനത്തോടെ നടക്കണം, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ നടക്കണം. ഇതെല്ലാം വേദപുസ്തകത്തിലുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പോൾ എങ്ങനെ നടക്കണം അതെല്ലാം ഈ പുസ്തകത്തിലാണ്. അതിനാണ് ഉപദേശ വിഷയങ്ങൾ 21 ലേഖനം. ഒടുവിൽ വെളിപ്പാട് പുസ്തകം. അതെ, ഈ സത്യവേദ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. മറ്റൊരുത്തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അതാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം, മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഒരു വാക്യം വായിച്ചു, തീത്തോസ് 2:11 മുതൽ വായിച്ചു. ഞാൻ വാക്യങ്ങൾ ഈ വായിപ്പിക്കുന്നത്, സമയം മുൻപോട്ട് പോയെന്നറിയെങ്കിലും വായിപ്പിക്കുന്നത് ഈ വേദപുസ്തകത്തിലുള്ള കാര്യം തന്നെ പറയുന്നതാണെന്ന് അറിയിക്കാനായി വായിപ്പിക്കുന്നത്. പലർക്കും എന്നെ പറ്റി പല അഭിപ്രായമുണ്ട്. അപ്പൊ അത് അങ്ങ് മാറട്ടെന്നോർത്താ ഇത് വായിപ്പിക്കുന്നത്. ചെല്ല് പറയുന്നത് വചനത്തിൽ നിന്നൊന്നും പറയുന്നില്ലെന്ന, അതുകൊണ്ടാണ് ഈ വാക്യം വായിപ്പിക്കുന്നത്. ചെല്ല് പറയുന്നത് അയാൾ വായി വരുന്നതെല്ലാം വിളിച്ചു പറയും. അപ്പൊ ആ വായി വരുന്നത് എന്താണെന്നറിയാം. ചെല്ല് പറയുന്ന കഥാപ്രസംഗമാണ്, കഥയുള്ളത് കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ആമേൻ. കഥയില്ലാതെ പറയാനോ, ഇത് മുഴുവൻ കഥയാ. ചെല്ല് പറയുന്നേ, ഇന്നാളൊരാൾ പറഞ്ഞു വളിപ്പ് പറയുന്നെന്ന്. വളിപ്പൊന്നുമല്ല, ഉള്ള കാര്യമാണ്. പിന്നെ ഞാൻ പറയാറുണ്ട്, ഞാൻ എന്തേലും പറഞ്ഞാൽ പ്രശ്നമാ, മറ്റുള്ളവർ പറഞ്ഞാൽ വലിയ കുഴപ്പം. എന്നാ ഒരു ഊറിയ ചിരി, കുഴപ്പം അല്ല, ഓരോ ആൾക്കാരുടെ ധാരണയാ. അപ്പൊ അതുകൊണ്ടാണ് ഈ വാക്യം വായിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന് മഹത്വം. ഇത് കർണരസമാർ പറയുന്നതൊന്നുമല്ല വേദപുസ്തകം. പിന്നെ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. യെശയ്യാവിന്റെ ശൈലി അല്ലല്ലോ യെരമ്യാവിന്, ആന്നോ? എല്ലാവർക്കും ഇപ്പം ഒരാളുടെ ശൈലി വേണമെന്ന് പറഞ്ഞാൽ ഒക്കുമോ? മുരളിപ്പാസ് അല്ലേ, മുരളിപ്പാസ് എന്തിയേ? അത് പോയോ? പാവം പേടിച്ചു പോയെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്റെ സ്നേഹിതനായ ശോഭി പാസ്റ്റർ, അദ്ദേഹത്തിന്റെ ശൈലിയല്ല എനിക്ക്, എന്റെ ശൈലിയല്ല ബാബച്ചായന്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്നു, നല്ല ശൈലിയായിരുന്നു. പക്ഷെ എനിക്കതൊക്കത്തില്ല. വളരെ അനുഗ്രഹമായിരുന്നു. അങ്ങനെയുള്ള ഈ ദൈവദാസന്മാരല്ല, ഇവരെല്ലാം ശുശ്രൂഷിക്കുന്നവരാ. അപ്പൊ ഓരോരുത്തർക്ക് ഇപ്പൊ ഒരാളുടെ ശൈലി എല്ലാരും പിന്തുടരണമെന്ന് പറഞ്ഞാൽ
ഒക്കത്തില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരായ ശൈലികളുണ്ട്. ദൈവം അങ്ങനെ ഓരോ നിലയില്ല. ഇപ്പൊ ഈ പാൻ കറങ്ങും പോലെ ലൈറ്റ് കറങ്ങാൻ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ്. ലൈറ്റ് ഇരിക്കുന്നത് പോലെ പാൻ ഇരിക്കാൻ പറഞ്ഞ കാറ്റ് കൊള്ളുമോ? അതുപോലെ ഈ മൈക്ക് പ്രവർത്തിക്കാൻ പറഞ്ഞാൽ ഒക്കുമോ? ഇല്ല. പക്ഷെ ഇതിലെല്ലാം വ്യാപരിക്കുന്നത് ആമേൻ പവറാ. ഇവിടെ ഇരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും ദൈവം വിളിച്ചതാ. അവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്ന ശുശ്രൂഷ വിവിധമാണ്. അപ്പൊ എല്ലാവരും ഒരേ നിലയിൽ പറയണം, പ്രസംഗിക്കണം, പാടണമെന്ന് പറഞ്ഞാൽ ചിലപ്പം അമ്മച്ചി പാടുമ്പോൾ എനിക്ക് ഒക്കുകയില്ല, ഞാൻ പാടുമ്പോൾ അമ്മച്ചിക്കും ഒക്കത്തില്ല. പക്ഷേ അമ്മച്ചി നന്നായിട്ട് പാടും. അതിന് നമ്മളിപ്പോ അസൂയപ്പെട്ടിട്ട് തള്ളയുടെ ഒരു പാട്ട് അങ്ങനെ പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അമ്മച്ചിയെ ദൈവം ആ വിധത്തിൽ അഭിഷേകം ചെയ്ത് വിട്ടിരിക്കുക. എന്നാ ഒരു സങ്കടം? അമ്മച്ചിയുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടാണോ? നാ മോന്റെ കാര്യവും കൂടി ഇരിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഈ മാന്യ സഹോദരിമാര് പാടുന്നവര് എല്ലാരും ദൈവം വിളിച്ചതാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ഒന്നല്ലെങ്കിൽ വിവിധ കൃപകൾ തന്നിട്ടുണ്ട്. അത് എന്തുവാ നമ്മെ ഏൽപ്പിച്ചെന്ന് മനസ്സിലാക്കി ആ നിലയിൽ കൈകാര്യം ചെയ്യണം. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം, അത് ഞാൻ പറയേണ്ട പരുവത്തിന് പറഞ്ഞോളാം. ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഈ വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, വായി വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു വെച്ചു പോയെന്നല്ല. വായി വന്നതെല്ലാം വചനത്തിൽ അറിയിക്കാൻ വേണ്ടിയാ വായിപ്പിക്കുന്നത്. മോളെ വായിച്ച 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ വാക്യവും എടുപ്പിക്കുന്നില്ല. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സകല മനുഷ്യനും രക്ഷപ്പെടണം, സകല മനുഷ്യനും രക്ഷിക്കപ്പെടണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ, ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ, മനത്തിന്റെ, സഭയുടെ, സംഘടനയുടെ, ഒരു ഗ്രൂപ്പിന്റെ, ഒരു സമൂഹത്തിന്റെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെ നിയമമാ. നീ ഏത് ജാതിയിലോ മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിലോ കറുത്തവനോ വെളുത്തവനോ പണ്ഡിതനോ പാവനോ കുചേലനോ കുബേരനോ ഉള്ളവനോ ഇല്ലാത്തവനോ കഴിവുള്ളവനോ കഴിവില്ലാത്തവനോ ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ഇന്ന് രാത്രി ആര് അവിടുത്തെ തൃപ്പാരത്തിൽ അഭയയാചന കഴിച്ച് കടന്നു വരും, അവരെ യേശു തള്ളിക്കളയത്തില്ല. ആർക്ക് വേണമെങ്കിൽ യേശുവിന്റെ അടുക്ക വരാം. ചെറുപ്പക്കാർക്ക് വരാം, യൗവനക്കാർക്ക് വരാം, പ്രായമുള്ളവർക്ക് വരാം, കുഞ്ഞുങ്ങൾക്ക് വരാം, ഏത് സമയത്തും വരാം, ഏത് ദിവസവും വരാം, ഏത് സന്ദർഭത്തിലും വരാം. യേശു ആരെയും തള്ളിക്കളയത്തില്ല. ഇന്ന് രാത്രി രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, നസറയനാകുന്ന യേശു ക്രിസ്തു. അപ്പോൾ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തി നസറായനാകുന്ന യേശു ക്രിസ്തു. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. സമയത്തെ ഭയപ്പെടുന്ന മുമ്പോട്ട് പോകാം. എന്നോട് ചുമതലപ്പെട്ടവര് സമയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ വിളിച്ചു ചോദിച്ചു, എനിക്ക് എപ്പോൾ സമയം തരും? അപ്പോൾ പറഞ്ഞു ഒരു 8 മണിക്ക് സമയം തരുമെന്ന് പറഞ്ഞു. ഏതായാലും 8-ന് മുമ്പ് ഞാൻ വന്ന് 8-ന് മുമ്പേ സമയം തന്നു. അപ്പൊ എന്നോട് പറഞ്ഞു 9 ആകുമ്പോൾ നിർത്തണമെന്നും പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും ഇന്ന് നടക്കും. 8-ന് തരികയും ചെയ്തു. ഇനി എന്റെ കടമയാ 9-ന് നിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് പോകട്ടെ. അങ്ങനെയും ചിലർക്ക് എന്നെ പറ്റി ഒരു ചിന്തയുണ്ട്, അയാൾക്ക് ബോധവും വെളിവും ഉള്ളവനല്ല. 9 എന്ന് പറഞ്ഞാൽ 10-ന് അയാള് അത് ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതെല്ലാം അതിന്റെ ഭംഗിയായിട്ട് പോകട്ടെ. കർത്താവിന്റെ മഹത്വം. അതുകൊണ്ട് കമ്പിവാചകം പോലെ പോകുക. പുതിയ നിയമത്തിലെ ലേഖനത്തിൽ വളരെ ഈടുറ്റ ലേഖനമാ എബ്രായ ലേഖനം. പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനമാ. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ഈ 3 ലേഖനം തർജ്ജമ ലേഖനമാകാൻ കാരണം 3 പെശകിനെതിരെയുള്ള ലേഖനമാ. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. എല്ലാം വിവരിക്കുന്നില്ല. അതിൽ വിശ്വാസ പെശകിന് എതിരെ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനം ഞാൻ എഴുതാൻ കാരണം എബ്രായ ക്രിസ്ത്യാനികൾ ആമേൻ സ്തോത്രം യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ഈ മാർഗത്തിൽ വന്ന് ഇടക്കാലം ഇവർ ക്ഷീണിച്ച് തളർന്ന് ആമേൻ ഇവരുടെ ആമേൻ ആത്മീകത്തിനൊക്കെ ഭംഗം വന്ന് ചിലര് പിന്മാറി, ചിലരിങ്ങനെ നാടൻ ഭാഷ പറഞ്ഞാൽ കയ്യാലപ്പുറത്ത് തേങ്ങ പോലിരിക്കുക. ഇവർ വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത് അബദ്ധമായോ എന്ന് ചിന്തയകത്ത് കയറി ഇവർ ക്ഷീണിച്ചു. അങ്ങനെ ക്ഷീണിച്ചിരുന്ന എബ്രായ ക്രിസ്ത്യാനികളെ ഉറപ്പിച്ച് നിർത്താൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം.
നമുക്കറിയാം എബ്രായ ലേഖനം പൗലോസ് എഴുതിയതല്ലെന്ന് വാദിക്കുന്ന ചിലരുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ ലേഖനം പൗലോസ് എഴുതിയ ലേഖനമാണ്. അതിന് കാരണം പൗലോസിന്റെ ലേഖനമെല്ലാം വളരെ ഈടുറ്റ ലേഖനമാണ്, ഘനമേറിയ ലേഖനമാണ്. സാധാരണക്കാർക്ക് അത് ഗ്രഹിപ്പാൻ വളരെ ബുദ്ധിമുട്ടാണ്. പത്രോസ് അതിനൊരു പരാമർശം കൊടുക്കുന്നുണ്ട്. ഒന്ന് വായിച്ചേരും. 3:15 പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവെടുത്ത് ഒന്ന് വായിച്ചേരും സഹോദരി. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ. പത്രോസ് പൗലോസിനെ പരിചയപ്പെടുത്തുക സഹോദരൻ. ഇന്ന് ചിലരെ പറ്റിയൊക്കെ അങ്ങോട്ട് പരിചയപ്പെടുത്തുന്ന കേട്ടാ ഡോക്ടർ, റവറൻ, പിന്നെ സോയാൻസോ, പിന്നെ എന്തെല്ലാം ചുമതലയുണ്ട്. അതിന്റെ ചുമതലയെല്ലാം ചീഫ് പാസ്റ്റർ, അസോസിയേറ്റ്, സെന്റർ, ലോക്കല്, മേഖല, എന്തെല്ലാം വിചിത്ര. ഇത് പറഞ്ഞില്ലെങ്കിൽ ഉപദേശമാരെ എടുത്ത് പൊരിപ്പിക്കും. അതുകൊണ്ടാണ് ഇതുങ്ങൾ ഈ പറയുന്നത്. അതെ, പ്രസിഡന്റ്, നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് വന്നുണ്ട്. അന്നേരം ആ ഇരിപ്പൊക്കെ ഒന്ന് കാണണം. നമ്മുടെ ജനറൽ അപ്പൊ ഇച്ചിരി ഒന്ന് വീർക്കും. നിങ്ങളെ ഭാഗം എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുമെന്ന് വേണ്ട. ഞാൻ വേറെ പുസ്തകത്തിൽ നിന്നാ വായിപ്പിച്ചേ. പത്രോസ് പൗലോസിനെ പരിചയപ്പെടുത്തുക. ഒന്നുകൂടെ വായിച്ച എല്ലാരും കേട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ്, പൗലോസ് ആരാ, പത്രോസ് ആരാ? രണ്ടുപേരും തത്തുല്യരാ. പൗലോസ് ചെറിയ ആളല്ല. നമുക്കറിയാം 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രജൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ, ശുഷ്കാന്തി നിമിത്തം സഭയെ കണ്ടമാനം ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്ത്യൻ. മാത്രമാണോ റോമ പൗരത്വം കാശ് കൊടുത്ത് മേടിച്ചതല്ല. ശതാധിപൻ പറഞ്ഞു ഞാൻ ഏറിയ മുതൽ മുടക്കി ഇത് നേടി. പൗലോസ് പറഞ്ഞ ഞാൻ ജന്മനാ കിലിക്കിയിലെ തർസോസുകാരൻ, കാശ് കൊടുത്തതല്ല, അവിടുത്തെ ആളാ. മാത്രമാണോ സെന്നിദ്രി സംഘത്തിലെ അംഗം. എന്തോ പ്രഗത്ഭന തന്നെയാണോ? നമുക്കറിയാം ഗമാലിയലിന്റെ പാതപീഠത്തിൽ ന്യായപ്രമാണം പഠിച്ച ആളാ. ഹില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയന്റെ പാതപീഠത്തിലിരുന്ന് ന്യായപ്രമാണത്തിന്റെ സകല വശങ്ങളും അരച്ച് കലക്കി പഠിച്ച് കുടിച്ചതല്ല തിട്ടമുള്ളയാളാ പൗലോസ്. പിന്നെ ചരിത്രമൊക്കെ പറഞ്ഞ കപ്പലുണ്ടായിരുന്നെന്നോ, കപ്പലുടമസ്ഥന്റെ മകനായിരുന്നെന്നോ ഒക്കെ അത് ചരിത്രം. മാത്രമാണോ ആത്മിക ലോകത്ത് വന്നപ്പോഴോ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അത് ശരീരത്തോടോ ശരീരം കൂടാതെയോ, പക്ഷെ എടുക്കപ്പെട്ടു 3-ാം സ്വർഗം. അവിടെ ഭാഷയൊക്കെ കേട്ടു, അതെല്ലാം പോയി കണ്ടു. അത് കണ്ടേച്ച് നാടോട്ട് വന്ന് ഇവരോട് പറഞ്ഞു നിങ്ങളും അത് തന്നെ ചിന്തിച്ചോളാൻ, നിങ്ങളും അത് തന്നെ ചിന്തിച്ചോണം. മാത്രമല്ല ഈ പൗലോസിനാണ് മാർമിക വിഷയങ്ങൾ ദൈവം വെളിപ്പെടുത്തിയത്. ഡമസ്കസിന്റെ പടിക്ക് വെച്ച് യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ താന് യെരുശലേമിലോട്ടൊന്നും ചെന്നില്ല. അവിടെ വലിയ പ്രമാണിമാരൊക്കെ ഉണ്ടായിരുന്നു, വലിയ പ്രമാണിമാരിപ്പുണ്ട് യെരുശലേമില്. കേബാബ്, പിന്നെ യാക്കോബ്, യോഹൻ, വലിയ വലിയ പുള്ളിക്കാര്. പൗലോസ് പറഞ്ഞു ഞാന് ഡമസ്കസിന്റെ പടിക്ക് വെച്ച് യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ യെരുശലേമിൽ പോയില്ല. അവിടെ പ്രമാണിമാരൊത്തിരിയുണ്ട്, ഞാനൊരു പ്രമാണിയുടെ അടുക്ക പോയുമില്ല, ഒരു പ്രമാണി എന്നെ ഒന്നും ഗ്രഹിപ്പിച്ചുമില്ല. ഞാൻ നേരെ അറബിയിലേക്ക് പോയി കർത്തൃപാദപീഠത്തിലിരുന്നു. അതുകൊണ്ടാ കൊരിന്ത്യർ 11:23 നമ്മൾ കൂടെ വായിക്കും, കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതാ. അതുകൊണ്ട് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ൽ വായിക്കുന്ന ഒരു മുഖവരയില്ലാതെ പറഞ്ഞത് കണ്ടോ? വന്ദനം കൊടുക്കാതല്ലയോ പൗലോസ്. അത് രൂക്ഷമായി വിമർശനാത്മകമായി എഴുതിയത് കൊണ്ടാ കണ്ണന് നടത്തുകല്ലയോ. അതിന് ഗലാത്യ ലേഖനം മനുഷ്യനാലുമല്ല വായിച്ച സഹോദരി. മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല. ഇത് മനുഷ്യരാരും ഗ്രഹിപ്പിച്ചതല്ല, മനുഷ്യൻ കൊടുത്തതുമല്ല, മാനുഷികമായ യാതൊരു കാര്യമല്ല, ഇത് കർത്താവ് തന്നതാണ്. അപ്പൊ പൗലോസ് ഇത്രയേറെ ശ്രേഷ്ഠനായ ബഹുമാന്യ ദൈവദാസന, എന്തെല്ലാം വിശേഷത. മാത്രമാണോ ഇദ്ദേഹത്തിന്റെ ലേഖനം വളരെ ഘനമുള്ള ലേഖനമാ. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 10 വായിച്ച്. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാ. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പെട്ടെന്ന്. അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ. അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ. ഊറ്റവുമുള്ളതാ ലേഖനങ്ങള്. അപ്പൊ ഘനമുള്ള ലേഖനം, ഊറ്റമുള്ള ലേഖനം സാധാരണക്കാർക്ക് ഇത് ഗ്രഹിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ശ്രേഷ്ഠനായ ദൈവദാസനെ പത്രോസ് പരിചയപ്പെടുത്തുക. സഹോദരൻ ഇന്നെങ്ങാനും അങ്ങനെ വിളിക്കുമോ? വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ? നമ്മൾ വിളിക്കും സഹോദരൻ. അത് ഞാൻ തുറന്നു പറയാം. ഞാൻ ഈ ചില കാര്യം തുറന്നു പറയുന്നത് കൊണ്ട് എല്ലാവർക്കും എന്നെ ഇഷ്ടവുമല്ല, എനിക്കത് വിഷയവുമല്ല.
നമ്മൾ സഹോദരാന്ന് വിളിക്കും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, നിങ്ങൾക്കത് എല്ലാവർക്കും ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞേ, ഇപ്പോഴല്ലയോ എല്ലാവരെയും കയ്യിൽ ഒന്നിച്ച് കിട്ടുന്നേ. ഇച്ചിരി കാശും പുത്തനും കളറും നിറവും ഇച്ചിരി പിടിപ്പും പത്രാസും ഉള്ള ആളിനെ നമ്മൾ വിളിക്കും അവറാച്ചായൻ, തോമാച്ചായൻ, ചാക്കോച്ചായൻ. ഇച്ചപ്രയോഗമാണ് അത്, അങ്ങനെ വിളിക്കും. ഇതൊന്നുമില്ലാത്ത സാധുവായ ഒരു സഹോദരനെ പറയാം തങ്കപ്പൻ സഹോദരൻ, അല്ലെങ്കിൽ തങ്ക സഹോദരൻ. നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയാൻ മേല, ഉള്ള വിളിച്ചൂപ്പാട് വന്ന് വെച്ചിരിക്കുക. അതെ, അങ്ങനെ തന്നെ സഭയിൽ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ അല്പം പിടിപ്പുള്ള ഒരാളാണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ അന്നാ കൊച്ചമ്മ, അല്ലെ മറിയാമ്മ കൊച്ചമ്മ, അല്ലെ മേരി ആന്റി, ഇതൊക്കെയാ. എന്നാൽ ഇങ്ങനെയുള്ള പിടിപ്പില്ലാത്ത ഒരു അമ്മയാണെ പറയും മറിയശവരുടെ വീട്ടിലാണ് ഈ ആഴ്ച. ഈ പറയുന്ന ഉപദേശിയുടെ അമ്മയുടെ പ്രായമുണ്ട്, എന്നാലും അവൻ വിളിക്കുന്നത് മറിയ സഹോദരി. ഞാൻ ഉള്ള കാര്യമായി പറഞ്ഞ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഇപ്പൊ പറയണം, ഞാൻ പോയി കഴിഞ്ഞ് പറയരുത്. പക്ഷെ ഒരു കാര്യം, ഇതെല്ലാം കാണുന്ന അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്, നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവവുമുണ്ട്. അതെ, നമുക്ക് ആ വിഷയം വിട്ടേക്കായി. എല്ലാവർക്കും ഒന്ന് ഇത് ഇഷ്ടപ്പെടത്തില്ല. ചിലരുടെ മുഖത്തിനൊക്കെ ഒരു മ്ലാനതയും അരിഷ്ടം കുടിച്ചതുപോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ വിഷയം വിടുക. അപ്പൊ എന്തായാലും കൊള്ളാം, പൗലോസ് വളരെ ഈടുറ്റ ലേഖനമാണ് എഴുതിയത്, എബ്രായ ലേഖനം. എബ്രായ ക്രിസ്ത്യാനികൾ ഇവര് യഹൂദ മതം വിട്ട് ഈ മാർഗത്തിലേക്ക് വന്നവരാ. യഹൂദന്മാരെ കണ്ടാൽ അറിയാം, യഹൂദനെ കണ്ടാൽ അറിയാം. അവന്റെ രീതി, പ്രകൃതി, സംസാരം ഇതെല്ലാം വളരെ വിശേഷപ്പെട്ടതാ. എന്താ യഹൂദന്റെ വിശേഷത? 1-2 വാക്യം വായിര്. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, യഹൂദന്റെ വിശേഷതകള്. റോമാലേഖനം 9:3. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാം. അടുത്ത വാക്യം, അവര് ഇസ്രായേല്യർ. അവരുടെ വിശേഷതകളാ. അവര് ഇസ്രായേല്യർ. പിന്നെ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് ഇതാ ഇവരുടെ വിശേഷതയാ. അവർക്ക് മാത്രമുള്ളത്. പിന്നെ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവരിൽ നിന്ന് ക്രിസ്തു വന്നത് യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ്. വിശേഷിച്ച് യഹൂദയിൽ നിന്നല്ലോ കർത്താവ് ഉദിച്ചത്. അപ്പോൾ ഇതെല്ലാം ഇവരുടെ വിശേഷതകളാണ്. അപ്പോൾ ജാതികൾ ശ്രേഷ്ഠര്, ദൈവത്തിന്റെ പ്രത്യേക സമ്പത്ത് ദൈവം തെരഞ്ഞെടുത്തു. ഇവരെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. യഹൂദനാന്ന് പറയണ്ട, കാണുമ്പോൾ അറിയാം. അതുകൊണ്ടല്ലയോ വെള്ളം ചോദിക്കാൻ ചെന്നപ്പോൾ ഇച്ചിരി വെള്ളം താന്ന് പറഞ്ഞുകൊണ്ടേ വെള്ളം തരാമോ എന്ന് തരികയിലും നല്ല മറുപടി. ഉടനെ പറഞ്ഞത്, യഹൂദനായിരിക്കുന്ന നീയെ ശമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ വെള്ളം. അപ്പൊ കണ്ടാലറിയാം, സംസാരത്തിൽ അറിയാം, എല്ലാം കൊണ്ടും വ്യത്യസ്തരാണ്. അപ്പൊ ഇതെല്ലാം വിട്ടേച്ച് വലിയ പള്ളി, പ്രൗഢഗംഭീരമായ അമ്പരചുംബിയായ ദീപാലങ്കൃതമായ കൂടിയ വലിയ പള്ളി, യെരൂശലേം പള്ളി. മാത്രമാണോ പുരോഹിത വൃന്ദങ്ങൾ, കൂറിന്റെ ക്രമത്തിൽ നിരനിരയായി നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ ധാരാളം. മാത്രമല്ല മഹാപുരോഹിതൻ, സ്ഥാനചിഹ്ന വേഷവിഭൂഷിതനായിട്ടുള്ള മഹാപുരോഹിതൻ. അപ്പൊ ഇതെല്ലാം യഹൂദന്റെ വിശേഷതയാണ്. മാത്രമല്ല ഇവർക്ക് പള്ളി വലിയ പ്രശംസയാണ്. അതുകൊണ്ടാണ് യെരമ്യാ പ്രവചനത്തിൽ വായിക്കുന്നത്, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിവർ കൂടെ കൂടെ പ്രശംസിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ധാരാളം വിശേഷതകളുള്ള ജാതിയായ യഹൂദ ജാതി. എന്നാൽ എബ്രായ ക്രിസ്ത്യാനികൾ ഇതെല്ലാം വിട്ടേച്ച് യേശുവിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. ഈ പള്ളിയും പട്ടക്കാരെയും പൗരോഹിത്യവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളും മാത്രമല്ല സകല ഈ കാര്യങ്ങളും വിട്ടേച്ച് ഇവരേശുവിന്റെ പുറകെ ഇറങ്ങി. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാ. അങ്ങനെ ഇറങ്ങിയ എബ്രായ ക്രിസ്ത്യാനികൾ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ചിന്ത, വിട്ടുപോകുന്നത് അബദ്ധമായോ, ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ, വേണ്ടാന്ന് വെച്ചത് പോച്ചത്തമായോ എന്നൊരു ചിന്ത ഇവരുടെ അകത്ത് കയറി. അങ്ങനെ ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവർ ക്ഷീണിച്ചതിന് 2 വാക്യം തെളിവ്. 6:12 എബ്രായർ 6:12 അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. അപ്പോൾ അവിടെ ഒരു പദം കണ്ടോ, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. മന്ദിപ്പകയായി. ഇനി 12 ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. അപ്പൊ കൈ തളർന്നു, കാല് കുഴഞ്ഞു, മന്ദതയും പിടിച്ചു.
എന്നാൽ പ്രാരംഭ സമയത്ത് ഇവര് തീഷ്ണതയോടെ നിന്നവരാ. അവരുടെ തീഷ്ണതയ്ക്ക് ജ്ഞാനമായിട്ട് 2 വാക്യം വായിച്ചോ. 6:9 മുതൽ താഴോട്ടും 10-ാം അധ്യായത്തിന്റെ 32 മുതൽ താഴോട്ടും വായില്ല. ആദ്യം 6:9 മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിൽ നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും പിന്നെ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാൽ തന്നെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. ആരംഭകാലത്ത് ഇവർ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചവരാ. ശുശ്രൂഷയ്ക്ക് യാതൊരു മടുപ്പില്ലാത്തവരാ. വളരെ തീഷ്ണതയോടെ നിന്നു. മാത്രമാണോ ഇവരുടെ പൂർവ്വകാലം വായിച്ചേ 10:32 ചടിയ സഹോദരിയുടെ പേരെന്തുവാ? രൂഹമ്മ. നല്ല പേരാണല്ലോ ബൈബിളിലെ രൂഹമ്മ. നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർമാരുടെ മോളോ സഹോദരിയോ ഒന്നുമല്ല, എന്നാലും നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. വായിച്ചേ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അതെന്നാ? സാക്ഷാൽ പ്രകാശം യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു നിങ്ങളുടെ അകത്ത് വന്നു. ആ പ്രകാശനം ലഭിച്ചു. ഒരു കാലത്ത് ഹൃദയമെല്ലാം ഇരുണ്ടിരിക്കുക, ജീവിതം ഇരുട്ടി തപ്പി നടന്നതാ. എന്നാൽ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ജീവിതത്തിൽ വന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രകാശമുണ്ട്. ജീവിതം പ്രകാശപൂരിതമായി. എനിക്ക് പരഗതിയരുളുവതിനു നീ ത്യജിച്ചു സുരപുരമതിനാൽ. എനിക്ക് പരഗതിയരുളുവതിനു ത്യജിച്ചു സുരപുരമതിനാൽ. ദരിദ്രനകന്ധന സമൃദ്ധി ലഭിക്കുവാൻ ദരിദ്ര നിലയിൽ മരിച്ചു നീ. ദരിദ്രനകന്ധന സമൃദ്ധി ലഭിക്കുവാൻ ദരിദ്ര നിലയിൽ മരിച്ചു നീ. പരഗതിയരുളുവതിനു നീ ത്യജിച്ചു സുരപുരമതിനാൽ. എനിക്ക് പരഗതിയരുളുവതിനു നീ ത്യജിച്ചു സുരപുരമതിനാൽ. ദരിദ്രനകന്ധന സമൃദ്ധി ലഭിക്കും ദരിദ്ര നിലയിലായി മരിച്ചു നീ. സ്നേഹപൂരിത പൂജിത ജീവനാഥ സ്നേഹമാകൊന്നിനാൽ മോഹിതൻ ഞാനിതാ. സ്നേഹമാകൊന്നിനാൽ മോഹിതൻ ഞാനിതാ. സ്നേഹപൂരിത ജീവനാഥ പൂരിത ജീവന. അപ്പൊ ശ്രദ്ധിക്കുക, സാക്ഷാൽ വെളിച്ചമാകുന്ന ക്രിസ്തുവേശു ഇവരുടെ ഉള്ളിലേക്ക് വന്നു. അതാ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ചു. രൂഹമയല്ലേ വായിരുന്നൂടെ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിന്നയും പീഡയും ഒക്കെ സഹിച്ചവരാ. ഇപ്പോഴത്തെ പെന്തിക്കോസുകാർക്ക് അങ്ങനെ വലിയ നിന്നയും പീഡ ഇല്ല. അതിന് പല കാര്യമുണ്ട്. കാരണം കണ്ടാൽ അറിയത്തില്ല, അപ്പൊ നിന്ദിക്കുകയല്ല. പഴയ പെന്തിക്കോസുകാരെ എവിടെ വെച്ച് കണ്ടാലും അറിയാം, വസ്ത്രധാരണത്തിലൊക്കെ അറിയാം. അതുകൊണ്ടപ്പോ ആക്ഷേപം വരും. ഇപ്പം ലോകക്കാരെക്കാളും മോശമായിട്ടാണ് ധരിക്കുന്നത്, അതുകൊണ്ട് നിന്നയില്ല. പഴയ പെന്തിക്കോസുകാര് സഹോദരിമാരെ ആഭരണമെല്ലാം വർജിച്ചേച്ച. അപ്പൊ ഏത് ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും അറിയാം, അപ്പൊ നിന്ദിക്കും. ഇല്ലയോ? ഇല്ലേ? പറ. എന്നല്ല ഇങ്ങനെ പമിയിരിക്കുന്നേ? ആക്ഷേപവും നിന്നയൊക്കെ അന്നുണ്ട്. പഴയ പെന്തിക്കോസിലെ സഹോദരന്മാര് മീശയൊക്കെ വടിച്ചേ. അപ്പൊ ആൾക്കൂട്ടത്തിൽ നിന്ന് അറിയാം, കരിക്കിന്റെ മോന്ത എത്തിയ പോലെ. അപ്പൊ നിന്നയുണ്ടാകും. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. മാത്രമല്ല, പണ്ടത്തെ പെന്തിക്കോസുകാർ എത്ര ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇത് പറയും. ഇപ്പൊ അങ്ങനെ പറയത്തില്ല. ഇപ്പൊ ചോദിക്കുന്ന എല്ലാം കലാമണ്ഡലത്തിൽ നിന്നാണ്. ദൈവത്തിന് മഹത്വം.
അതുകൊണ്ട് തന്നെ ഇപ്പം വലിയ നിന്ന ആക്ഷേപമൊന്നും പണ്ടത്തെ പെന്തിക്കോസുകാരെ ഭദ്രദീപം തെളിയിക്കാൻ വിളിച്ചാൽ പോകുകയല്ല. ഇപ്പൊ എല്ലാരും ഒരുങ്ങി അങ്ങ് നടക്കുക. അതുകൊണ്ട് ആക്ഷേപമില്ല. പഴയ പെന്തിക്കോസുകാര് 28 കെട്ടിനും മാമോദിസന ആണ്ടിയാത്തത്തിനും അടിയന്തരത്തിനും പോകുകയല്ല. ഇപ്പോഴത്തെ വിളിക്കാത്ത താമസമുള്ളൂ. അന്നേരം ഉടുത്തൊരുങ്ങി പിന്നെ അങ്ങനെ നിന്ദിക്കാനാ. ഞാൻ പറയുന്നത് നിങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ലേ? സകല കേസിനകത്തും ചെന്ന് തലയിടുക, പിന്നെ എന്തോ ആക്ഷേപം, എന്തോ നിന്ന, ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ വേർപാട് പാലിക്കുന്നവർക്ക് നിന്നയും ആക്ഷേപ അപമാനമുണ്ട്. അതൊക്കെ സഹിച്ചു നിൽക്കുന്ന മോളെ അവിടെ ഇരിക്കും, മോനെ അവിടെ ഇരിക്കേ, അവളെയും കൂടെ അവിടെ പിടിച്ചിരുത്ത്, അവളെ ഓടി നടക്കുക. ഒരു കിഴുക്ക് കൊടുത്തേച്ച് അവിടെ ഇരുത്ത്, ഇല്ല ഞാൻ ഇറങ്ങി വരും. അപ്പൊ ശ്രദ്ധിക്കുക, ആക്ഷേപമുണ്ട്, നിന്നയുണ്ട്. ഇത് ഈ ഫാൻ കറങ്ങുന്നതിന്റെ അവസ്ഥ, അതിന്റെ ശബ്ദമാണ്. എന്നാൽ ആരംഭകാലത്ത് നിന്ദകളും ആക്ഷേപവും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ വായിച്ച്. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ മാർഗത്തിൽ വന്നപ്പോൾ അപമാനം സഹിച്ചവരുണ്ട്, നിന്ദ സഹിച്ചവരുണ്ട്, ആക്ഷേപം പിടിച്ചവരുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് നിറപ്പിച്ച് പറയാ, നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇവിടെ വച്ചൊന്നുമല്ല. ആ കോടി ദൂതന്മാരുടെ സദസ്സിൽ ദൈവത്തിന് മകത്ത് നിന്നെ നിർത്തി അവൻ ഇവിടെ സഹിച്ചതിനും അവൻ അനുഭവിച്ചതിനല്ല ഒരു പ്രതിഫലം തന്നെ ആദരിക്കുന്ന, മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ആട്ടെ, മുമ്പോട്ട് പോകാം. അപ്പോൾ ആരംഭ സമയത്ത് വളരെ തീഷ്ണതയോടെ നിന്നവരാ ഈ എബ്രായ ക്രിസ്ത്യാനികള്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഉപേക്ഷിച്ചത് അബദ്ധമാണോ. ഇപ്പൊ നമ്മുടെ ഇടയിലും അങ്ങനെ തോന്നുന്നുണ്ട്. ഇതൊക്കെ മണ്ടത്തരമായെന്ന് ചിലർക്ക് ഒരു ചിന്ത. ഇപ്പൊ നമ്മുടെ ഇടയിൽ ചില ഉപദേശിമാര് പറയുന്നുണ്ട്, ഇച്ചിരി ഇടുന്നത് കൊണ്ടും ഇച്ചിരി കുടിക്കുന്നത് കൊണ്ടും ഇച്ചിരി ആടുന്നത് കൊണ്ടും പാടുന്നത് കൊണ്ടും വലിയ കുഴപ്പമോ ഇല്ലെന്ന്. എങ്ങനെയാലും നമുക്ക് 10 ആളിനെ കിട്ടിയാ മതി. അതെ, കർക്കശമായ ഉപദേശവും വേർപാടും പറയുന്നവരോട് അവരെ പറ്റി പറഞ്ഞ് വിളിക്കരുതെന്നാ പറയുന്നത്. വിളിക്കരുത്. അതിന് അതൊന്നും എല്ലാം ചെയ്യാം, എല്ലാം കൂടാം, എല്ലാം ആടാം അതിന് പറയുന്നവരെ കൊണ്ട് നമ്മുടെ ആളാ. പാപ്പച്ചാനി ഞാൻ പറയുന്നൊന്നും പിടികിട്ടുന്നില്ലേ? എല്ലാം പിടികിട്ടിയിരിക്കുക, എനിക്കറിയാം. ദൈവത്തിന് മഹത്വം. പക്ഷെ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആരംഭ സമയത്ത് ഇവര് തീഷ്ണതയോടെ നിന്നു. എന്നാൽ ഇടക്കാലം കൊണ്ട് ഇവർ ചിന്തിക്കുക, ഇതെല്ലാം ഉപേക്ഷിച്ചത്, പള്ളി വേണ്ടാന്ന് വെച്ചത്, പട്ടക്കാരെ വിട്ടത്, ആചാരം വിട്ടത്, അനുഷ്ഠാനം വിട്ടത്, മാമൂല് വിട്ടത്, പാരമ്പര്യം വിട്ടത്, ഇത് വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമാകുമെന്നൊരു ചിന്ത. അങ്ങനെ ചിന്ത അകത്ത് കയറി ക്ഷീണിച്ചപ്പോൾ ഇവരെ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം. നിങ്ങൾ വിട്ടുപോകുന്നത് മണ്ടത്തരമല്ല, ഉപേക്ഷിച്ചത് അബദ്ധമല്ല, വേണ്ടാന്ന് വെച്ചത് ഭോക്ഷത്വമല്ല. നിങ്ങൾ ആമൻ സ്തോത്രം വരേണ്ട സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതിനേക്കാളൊക്കെ ഏറെ നല്ലതാണ് നിങ്ങൾ വന്നു കയറിയ ഈ സ്ഥലം. മാത്രമാണോ ഇവിടെ സേത്തനാകുന്ന ഒരുവനുണ്ട്, ആമൻ നസറയനാകുന്ന യേശു ക്രിസ്തു. എബ്രായ ലേഖനത്തിലെ ആമൻ ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്നും കൊണ്ട് തെളിയിച്ചു. എന്താ നമുക്ക് ആ ഭാഗമൊക്കെ അറിയാം. യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യ സമ്പൂർണ്ണനും ഒക്കെ ആയ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് നസറയനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ. വേറൊന്ന് രണ്ട് ഭാഗമാ. മോശയിലും ശ്രേഷ്ഠൻ, യോനയിലും ശ്രേഷ്ഠൻ, ശലോമോനിലും ശ്രേഷ്ഠൻ, സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. ഇന്ന് രാത്രി ആ നസറയനാകുന്ന കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള, മഹത്വമുള്ള, ഊനമില്ലാത്ത, പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപമേശാത്ത, പാപമറിയാത്ത, പരമവിശുദ്ധനാകുന്ന ക്രിസ്തു, യേശു ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന മാറത്ത് പൊൻകച്ച കെട്ടിവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പ്രാണമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കട നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന്
ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഗുരു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന് വിടിവിക്കുവാൻ കഴിവുള്ള യേശു ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനെ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ ബോധമായി. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ ബോധമായി വരുമോ മരുമീലു ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000ങ്ങളിൽ സുന്ദരൻ വരുവിൻ വണങ്ങി നമസ്കരിപ്പി. ഒരുമിച്ചുണർന്ന് പുകഴ്ത്തിടുവീ. വരുവിൻ വണങ്ങി നമസ്കരിപ്പി. ബലവും ബഹുമാനം ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ. ബലവും ബഹുമാനം ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ. ഓ തിരുനാമമെന്നേക്കു വാഴ്ത്തുവീൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000ങ്ങളിൽ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. എല്ലാവരും ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള മഹത്വമുള്ളവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം എല്ലാവരും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ മഹിമയും മഹത്വവും തേജസ്സും എല്ലാം വെളിപ്പെടുത്തി വന്നിരിക്കുക. നമ്മൾ 9-ാം അധ്യായത്തിന്റെ 27-ഉം 28-ഉം അല്ലേ വായിച്ചത്. അപ്പോൾ അത് പെട്ടെന്ന് രണ്ട് കാര്യം പറഞ്ഞ് അങ്ങ് നിർത്താം. കൃത്യസമയത്ത് നിർത്തും. ദൈവം ചിലരെ വാചയിലൊക്കെ നോക്കുന്നുണ്ട്. നോക്കിക്കോ, കുഴപ്പമില്ല, കൃത്യസമയത്ത് നിർത്തും. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഈ 27, 28 വാക്യത്തിൽ ധാരാളം കാര്യങ്ങൾ അത് തിരിച്ച് നമുക്ക് പഠിക്കാം. പക്ഷേ ഇന്ന് രാത്രി എനിക്ക് പ്രകാശനം ലഭിച്ചതനുസരിച്ച് പ്രധാനമായിട്ടൊരു 3 കാര്യം അത് വിശദീകരിക്കുന്നില്ല, തൊട്ട് പോകാം. 1, ഒരു മരണം. 2, ഒരു ന്യായവിധി. 3, യേശു ക്രിസ്തു വീണ്ടും വരും. ഇനി 27-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ സഹോദരി. ഒരിക്കൽ മരിക്കും, അതാ വിഷയം. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം മരിക്കും. പേടിയാണോ? പേടിയുണ്ടെന്നറിയാം, എന്നാലും പ്രത്യാശ ഉണ്ടല്ലോ. ഒരിക്കൽ മരിക്കും. ചിലരുടെ ഇരിപ്പും ഭാവവും നോട്ടവും സംസാരവും അവരുടെ ആ പോക്കും ഒക്കെ കണ്ട മരിക്കുകയില്ലെന്നുള്ള രീതിയില്ല. ഞാനിവിടെ ഇരുന്നപ്പോ തന്നെ പലരെയും നോക്കി, പലതും പരുവക്കേടായി. അതെ, പരുവക്കേടായി. പേടിക്കാൻ പറഞ്ഞതല്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാം, തനിക്ക് അങ്ങനെ മനസ്സിലായി. അതും മനസ്സിലായിട്ട് പറയാം. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ചില ലക്ഷണമൊക്കെ കാണിക്കും, ഇല്ലയോ അമ്മേ? ഉണ്ട്, ലക്ഷണമുണ്ട്. എന്തുവാ ലക്ഷണം? വായിച്ചേ, 12:3 മുതൽ വായിര്. ഏത് 12 ബുദ്ധിയോടെ വായിക്കാമോ? ഏത് 12 ബുദ്ധിയോടങ്ങ് വായിച്ചു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ അല്ല. ഇനി സഭാപ്രസംഗി 12:3 മുതൽ ലക്ഷണം, പോകുന്നതിന്റെ ലക്ഷണം. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ലക്ഷണമുണ്ട്. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. അപ്പോൾ 12:1 മുതൽ ഒന്ന് വായിച്ചേ. അപ്പൊ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. നിന്റെ യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ യൗവനകാലത്ത് സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞ ആരോഗ്യമുള്ളപ്പോൾ, ഓജസ്സും കരുത്തും ഒക്കെ ഉള്ളപ്പോൾ സ്രഷ്ടാവിനെ ഓർക്കണം. ദൈവത്തെ ഭജിക്കണം, ദൈവത്തെ സേവിക്കണം, ദൈവത്തെ ആരാധിക്കണം. ഏത് ദൈവം? സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തുവിനെ ഭജിക്കണം.
ഭജിക്കുക നീ നിത്യം യേശു മകേശനെ, ഭജിക്കുക നീ നിത്യം യേശു മകേശനെ, ഭജിക്കുക നീ നിത്യം യേശു മകേശനെ, യേശു മകേശനെ നാഗനി ഭജനെ, യേശു മകേശനെ നാഗനി ഭജനെ, ഭജിക്കുക നീ നിത്യ യേശു മകേശനെ, ഭജിക്കുക നീ നിത്യം യേശു മകേശനെ. മരികയിൽ അവതാരം ചെയ്തോരു നാഥനെ, മരികയിൽ അവതാരം ചെയ്തോരു നാഥനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, ഭജിക്കുക നീ നിത്യം, ഭജിക്കുക നീ നിത്യം യേശു മകേശനെ. കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പോൾ ഈ യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിയണം, ഓർക്കണം. പിന്നെ ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും, അങ്ങനെയൊക്കെ വരും. അതിനു മുമ്പേ സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും, പിന്നെ മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും. മുമ്പേ അപ്പോൾ ഈ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ലക്ഷണങ്ങളുണ്ട്. ലക്ഷണം മരിക്കുന്നതിന് മുന്നേ ന്യായമായ ലക്ഷണം. ഏത് സമയത്തും മരണം സംഭവിക്കാം. പക്ഷേ ചില ആൾക്കാർ പോകുന്നതിന് മുന്നേ ലക്ഷണങ്ങൾ. എന്തുവാ ലക്ഷണം? അടുത്തത്, അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. കൈക്കൊക്കെ ഒരു വിറവലുണ്ടാക്കി കയ്യും കാലുമായി ഈ വീടിനെ കാവൽ ചെയ്യുന്നത്. അടിക്കാൻ വരുമ്പം തടഞ്ഞു, കാവല. വീഴാൻ വന്നപ്പോ കൈ കുത്തി. പക്ഷെ ഇപ്പം ആ കയ്യും കാലും എല്ലാം വിറയ്ക്കും. കാപ്പി തന്ന കൈ നിൽക്കുകയല്ല, താഴെ പോവുക. അപ്പം അടുക്കളയിൽ പെരുമാറുമ്പോ സ്പൂണ് കൂടെ കൂടെ താഴെ പോകുമ്പോ ഓർത്തോണം പോകാറായി. സ്പൂണ് പോകാറായെന്നല്ല, മേരിക്കുട്ടി പോകാറായി. ഉടനെ നമ്മൾ പറയുന്ന പോരാട്ടമാണ്. പോരാട്ടമല്ല തങ്കമ്മേ, പോകാറായി. ഒരുങ്ങ് ഒരുങ്ങ് ഒരുങ്ങ്. വീട്ടുകാവൽക്കാർ വിറയ്ക്കും. പിന്നെ ബലവാന്മാർ കുനിയും. നല്ല സ്റ്റഡിയായിട്ട് നടന്ന ആൾക്കാർക്ക് ഒരു ചെറിയ കുനി, ഇച്ചിരി കുനിയും ഓർത്തോണം പോകാറായി. ഒരുങ്ങിക്കോണം. അല്ലാതെ പോട്ടൊന്നും പറയുന്നില്ല. വായിക്കേ. അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും എന്ന് പറഞ്ഞ പല്ല അധികം ഇല്ല. ചുരുക്കമാ. അണയലൊന്നുണ്ട്, അതും കടന്ന് ആടുക. ഒറ്റ കടിക്ക് അരിയുണ്ട പൊട്ടിച്ച അമ്മ പറയും, ഇനി അരിയുണ്ട വേണ്ട. അയ്യോ അമ്മച്ചി നല്ല അരിയുണ്ടയാ, ഒരു കാര്യം ചെയ്യും, ഇടിച്ചു പൊടിച്ച കാപ്പിക്കകത്ത്. അപ്പൊ അരിയുണ്ട കലക്കി കുടിക്കുമ്പോൾ ഓർത്തോണം പോകാറായി. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. ചുരുക്കം അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ചേ. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ ചുരുക്കമാ ഇല്ല. 32 യുവാവിന് മുത്തിനോടൊത്ത ദന്തം. 32 യുവാവിന് മുത്തിനോടൊത്ത ദന്തം. 32 യുവാവിന് മുത്തിനോടൊത്ത ദന്തം. ഡോക്ടർ പറിച്ചതും പത്തതും നീക്കിയ ഡോക്ടർ പറിച്ചതും ഏതാനും ഉണ്ടെന്ന് ബാല്യകാലത്തിലെ നീ ശ്രദ്ധാവിനെ ഓർത്തുകൊൾക്കാൻ പ്രിയനെ. ബാല്യകാലത്തിലെ നീ ശ്രദ്ധാവിനെ ഓർത്തുകൊൾക്കാൻ പ്രിയനെ. ദുർദിവസങ്ങൾ നിനക്കണയാതെയും ദുർദിവസങ്ങൾ നിനക്കണ ഇഷ്ടമില്ല കാലം വന്നു ചേരാതെയും ബാല്യകാലത്തിലെ നീ ശ്രദ്ധാവിനെ ഓർത്തുകൊൾക്കാൻ പ്രിയനെ. ബാല്യകാലത്തിലെ നീ ശ്രദ്ധാവിനെ ഓർത്തുകൊൾക്കാൻ പ്രിയനെ. 32 യുവാവിനും മുത്തിനോടൊത്ത ദന്തം. നല്ല മുത്ത് പോലിരുന്ന പല്ല. ഇപ്പൊ ഒരു മഞ്ഞ കളറും അത് 3-4 ഉള്ളു. അത് 2 കടന്ന് ആടുക. ഇതൊക്കെ കാണുമ്പോ ഓർത്തോണം പോകാറായി. വായിരേ മോളെ. കിളിവാതിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാ. ഇപ്പം അപ്പറേ ആര് വന്നാലും കണ്ടുപിടിക്കുന്നതല്ല ആ തിണ്ണയിലിരുന്ന്. ഇപ്പൊ പറയാ ആരാന്നോ വന്നത് കാണാൻ മൂടാപ്പ് പോലെ. പോകാറായി. തെരുവിലെ കതകുകൾ അടയും. ആരെന്നാ പറഞ്ഞാലും കേറി മറുപടി പറയുന്ന അമ്മയാ.
അയ്യോ, ഒരു സംഭവമാണ്. ഞാൻ മകനും മരുമകളും കൂടെ അപ്പുറത്ത് മുറി കിടക്കുക. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വന്നതാ. തള്ള ഇപ്പുറത്തെ മുറിയിലും. അവരവിടെ കിടന്ന് പറയുന്നില്ല, തള്ള ഇവിടെ കിടന്ന് മറുപടി പറയുക. അത്രയ്ക്ക് എന്തോ സൂക്കേടാന്ന് ഓർത്തോണം. അല്ല, അങ്ങനത്തതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു, നാളെ നമുക്ക് 8:30 എടി നമുക്ക് പോകണം. ഉടനെ തള്ള, വേണ്ടടാ 9 പോയാ മതി. ഇവർക്ക് അതപ്പുറം കിടന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ ഇപ്പം കേൾക്കാമല്ല, തെരുവിലെ കഥകള് അടഞ്ഞിരിക്കുന്നതാ ചിലതിന്റെ നല്ലത്. തുറന്നിരുന്നെങ്കിൽ മുഴുവൻ ആരോഗ്യം ഉണ്ടാക്കിയത്. പിന്നെ അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, വേഗത്തിൽ കഴിക്കത്തില്ല, അതൊക്കെ കഴിക്കുള്ളൂ. പിന്നെ പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും, ഉറക്കവും ഇല്ല. ചിലക്ക് ഉറക്കമില്ല, ഉറങ്ങുന്നവരോട്ട് ഉറക്കയില്ല. 3 മണിക്ക് അടുക്കളയിൽ കയറി സ്റ്റീൽ പാത്രം പൊത്തുവന്ന് താഴോട്ട്. വീട്ടിൽ കിടന്നവർ മുഴുവൻ ഞെട്ടി. ഇതിനകത്തും കാണും അത്തറിയാക്കെ. അപ്പൊ പിന്നെ പമ്മി ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ ഉണർന്നു പോകും. പിന്നെ പാട്ടുകാരത്തികളൊക്കെ തളരുകയും പിന്നെ അന്നവർ കയറ്റത്തെ പേടിക്കും, വരികയല്ല. ഓ, വയ്യാന്ന് പറയാം, കയറ്റമുള്ളതാ, വരുന്നില്ല. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. പിന്നെ ബദാവൃക്ഷം പൂക്കും. ഇപ്പൊ അത് പൂത്തതേതാ പൂക്കാത്തതാന്ന് അറിയത്തില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. പൂത്തതേതാ? അമ്മച്ചി പിന്നെ പൂത്തിരിക്കുക, അതറിയാം. അമ്മച്ചാനെയൊക്കെ അറിയാം, പൂത്തതാ. പക്ഷെ പലതും പൂത്തതാ, പക്ഷെ അത് പൂക്കാത്ത രീതിയിലൊക്കെ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നീ പോകാറായെന്ന്. ചികിമിന്നുക്കിയ ഓമന മുടികൾ വെള്ളയായി തീർന്നിടുമേ. ചികിമിന്നുക്കിയ ഓമന മുടികൾ വെള്ളയായി തീർന്നിടുമേ. നിന്നുടെ മുഖം കൂടി അഴകല്ല പോയി നീ തപ്പി നടന്നിടുമേ. യൗവനക്കാര നിന്നുടെ യൗവനം നാശത്തിലാക്കിടല്ലേ. നിന്നുടെ യൗവനം നാശത്തിലാകാതെ രക്ഷകനെ ഏൽപ്പിക്കാം. ഞാന് ഇങ്ങനെ സന്ദർഭോചിതമായ പാട്ടുകൾ പാടും. അന്നേരം ചില ആൾക്കാർ പറയാ കഥാപ്രസംഗമാണ്. ഇതാ തെറിയൊന്നും അല്ലല്ലോ പാടിയേ, നല്ല പാട്ടല്ലേ, നല്ല പാട്ടാ പാടി. അന്നേരം ചില വട്ടന്മാര് പറയുക കഥാപ്രസംഗമാണ്. ഇവനെല്ലാം നല്ല ബുദ്ധി ഉണ്ടാകാൻ പാപ്പച്ചായനും പ്രാർത്ഥിക്കണം. ശോഭി പാസ്റ്റേ നല്ല പാട്ടല്ലേ? അല്ലേ, നിങ്ങളൊന്ന് എന്തെങ്കിലും മറുപടി പറ, എനിക്കൊരു ആശ്വാസത്തിനും കൂടാ. നല്ല പാട്ട്. ഇതും വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തില്ല, വിഷയത്തോട് ബന്ധപ്പെട്ട. ഈ പറയുന്ന പുള്ളിക്ക് പാട്ട് അറിയത്തുമില്ല, പാടുകയില്ല, എന്നാ പിന്നെ മിണ്ടായിരുന്നാ പോരെ. ഈ അമ്മച്ചിയൊക്കെ എന്ത് നല്ല പാട്ടാ പാടുന്നത് ഈ പ്രായത്തിലും. അമ്മച്ചിയുടെ പിച്ചിലൊന്നും നമ്മൾ കയറി പിടിക്കുക. അമ്മച്ചി നമ്മളെ പിച്ചിലേ ഉള്ളു. അമ്മച്ചി നല്ല ഹൈ പിച്ചിലാ പാടുന്നത്. എന്നാ ഇപ്പൊ അങ്ങോട്ടൊന്നും വരാതെ? എന്നും പ്രോഗ്രാം ആയിരിക്കും അല്ലയോ? ദൈവം തരട്ടെ ദീർഘായുഷ്യം. ഇടയ്ക്ക് ഒരു പാട്ടുമായിട്ട് അമ്മ അങ്ങോട്ടൊന്ന് വരും. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പാപ്പച്ചാനും അമ്മാമ്മയും കൂടെ നല്ല പാട്ടായിരുന്നു കേട്ടോ, നല്ല പാട്ടായിരുന്നു. അപ്പൊ ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, സകല ആൾക്കാരും ഇവിടുന്ന് മരണം വഴിയായി പോകണം, ഒരിക്കൽ മരിക്കും. ഏത് മിടുക്കനും ഏത് പ്രഗത്ഭനും ഏത് പ്രശസ്തനും മരണം വഴിയായിട്ട് ഇവിടെ കടന്നു പോകണം. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ എല്ലാവരും മരണം വഴിയായി കടന്നു പോയില്ലയോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാര് മരണം വഴിയായി പോയില്ലയോ? രാജ്യതന്ത്രജ്ഞന്മാര് മരണം വഴിയായി പോയില്ലയോ? അമേരിക്കയുടെ പ്രസിഡന്റുമാര് മരണം വഴിയായി പോയില്ലയോ? കെന്നഡി പോയില്ലയോ? എബ്രഹാം ലിങ്കൺ പോയില്ലയോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ എത്രയെണ്ണം മാറ്റപ്പെട്ടു? മഹാത്മജി രാഷ്ട്രപിതാവ് മരിച്ചില്ലയോ? കേരളത്തിലെ പ്രഗത്ഭന്മാർ എത്രയോ പേര്, ഭരണകർത്താക്കൾ, കൊട്ടാരത്തിലുള്ള എത്രയോ പേര് നാട് നീങ്ങി. എല്ലാവരും, അത് കുടിലിൽ കിടന്നവനും കുണ്ടറയിൽ കിടക്കുന്നവനും കൊട്ടാരത്തിലുള്ളവനും എല്ലാം ഈ വഴി പോകണം.
അതിനാ മരണം സാർവത്രികമാ, മരണം സാർവത്രികമാ. ഇപ്പൊ കേരളത്തിലും ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അമേരിക്കയിലും മരിച്ചിട്ടുണ്ട്, ലണ്ടനിലും മരിച്ചിട്ടുണ്ട്, കാനഡയിലും മരിച്ചിട്ടുണ്ട്, അറബി നാട്ടിലും മരിച്ചിട്ടുണ്ട്. അവൻ മനുഷ്യൻ എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം മരണമുണ്ട്. കാരണം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാ. പക്ഷെ എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, കണ്ണടയുന്നതിന് മുമ്പ്, മരണത്തിന്റെ തണുത്ത കരം വന്ന് തപ്പുന്നതിന് മുമ്പ് നീ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. മരിക്കുമെന്നുള്ളത് ഉറപ്പാ. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്ന് അമ്പലത്തിൽ ദീപാരാധന കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ ആ യേശുവിനെ അറിയുന്നത്. സാക്ഷ്യമെല്ലാം പറയാൻ നേരവുമില്ല, ഇപ്പൊ പറയുന്നുമില്ല, കർത്താവിന് മഹത്വം. അപ്പൊ അന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു ശീല് പാടുമോ ചൊല്ലുമായിരുന്നു, ദൈവത്തിന് മഹത്വം. സമയമായോ? ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത് പോലെ തോന്നുന്നു, അങ്ങോട്ട് കൊണ്ടിരുന്നു. അതിനിരുന്നു. ഞാനോർത്ത് ഇങ്ങനെ നീങ്ങി വന്നപ്പം പെട്ടെന്ന് എഴുന്നേക്കാൻ അങ്ങോട്ട് കൊണ്ടിരുന്നു. അപ്പോൾ അന്ന് നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ട്, കരളിൽ വിവേകം കൂടാനേ കണ്ട് അരനിമിഷം വ്യത കളയരുതാരും, മരണം വരുമിനി എന്ന് നിനച്ചിക മരുവുക സതതം. മരണം വരും. കുന്നുകൾ പോലെ ധനമുണ്ടാകലും ഇന്ദ്രന് സമമായി വാണിയിടുകലും ഒന്നുരിയാടുവതിനിട കിട്ട ഒരക്ഷരം അനുവദിക്കുകയല്ല മിണ്ടാൻ. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. തോട്ടത്തിൽ പേരി മെനഞ്ഞ പാടിയില്ലയോ, നമുക്ക് ഒരിക്കലും ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം. ഒരു വിസമ്മതവും പാടില്ല. മൂത്താമ്പാക്കിൽ ഉപദേശം പാടി കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തേക്ക് മൃത്യു ചെല്ലും. 10,000 നില പൊക്കിപ്പണിഞ്ഞാൽ അതിനുള്ളിലും മൃത്യു കയറി വരും. ചെറ്റപ്പുരകതിൽ പാർക്കുന്ന ഭിക്ഷുവും മുറ്റും മരണത്തിന് അധീനനാ. സകല ആൾക്കാരും ഈ വഴി കടന്നു പോകണം. അവൻ മരണം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാ. മരണം സാർവത്രികമാ, എല്ലായിടത്തും മരണമുണ്ട്. മാത്രമാണോ മരണത്തിന്റെ വേറൊരു വിശേഷത, എല്ലാവരെയും മരണം പിടികൂടും. ധനവാന്റെയും ലാസറിന്റെയും സംഭവം യേശു പറഞ്ഞല്ലോ, കാശുള്ളവനും മരിച്ചു, കാശില്ലാത്തവനും മരിച്ചു. എല്ലാവരും ഈ വഴി പോകണം. എന്റെ പ്രിയരെ, കണ്ണടയുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ആമന 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുക്ക്. എന്റെ കർത്താവേ, ഞാനൊരു പാപിയാ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണം, എന്റെ പാപത്തെ മോചിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരണം, എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണം. ആര് പ്രാർത്ഥിക്കും? ഇന്ന് രാത്രി അവിടെ രക്ഷിക്കുന്ന യേശുവുണ്ട്. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരിക്കൽ മരിക്കണം. അല്ല, ഞാനെപ്പോഴും പറയും, മരിച്ചില്ലേ പ്രശ്നമാ. മരിച്ചില്ലെങ്കിൽ അയ്യോ, ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ മരിക്കാതെ 100 കൊല്ലം കൂടി ഇരുന്ന. ഇപ്പൊ തന്നെ ചിലർ നേരത്തെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേര് ഉണ്ട്. ഒരിക്കലൊരു വീട്ടിൽ ചെന്നപ്പോൾ മരുമകൾ പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം, അധികം കഷ്ടപ്പെടാതെ പോകാൻ. അപ്പൊ ഞാൻ ഓർത്ത് വയ്യാതെ കിടക്കുക. ഞാൻ ചോദിച്ചു, എന്തി അപ്പച്ചനെ എവിടാ കിടക്കുന്നത്? ഇല്ല, അപ്പച്ചനെ കടയിൽ പോയിരിക്കുക, ഇപ്പം വരുമെന്ന്. നോക്കിയപ്പോ അയാള് കൈനറ്റിക്ക് പക്കി പറക്കും പോലെ പറക്കുന്നു. ആ അപ്പനെ പറ്റി ആ മരുമകൾ പറഞ്ഞ, അധികം കഷ്ടപ്പെടാതെ. വില കിടപ്പ് രോഗിയാണെന്ന് നമുക്കറിയാം, ഒത്തിരി കാലത്ത് കിടന്ന്. ഇതാ ആൾക്കാരുടെ ധാരണ. അപ്പൊ പിന്നെ 100 കൊല്ലം ഇരുന്നാലോ? അങ്ങനെ ഇരുന്നാ പ്രശ്നമാ. പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു കവിതയുണ്ട്, കുഞ്ചൻ നമ്പ്യാരുടെയാ, നിങ്ങളും പഠിച്ചിട്ടുണ്ട് ആ കവിത. കാലനില്ലാത്ത കാലം, കാലൻ വരുന്നില്ല. അയ്യോ, എന്ത് പ്രശ്നം ഉണ്ടായെന്നറിയും. അവിടെ ഇങ്ങനെ നമ്പ്യാരെടുത്തേന്ന്, മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല, ചാകുന്നില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു, കഞ്ഞിക്കും വകയില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു, കഞ്ഞിക്ക് വകയില്ല. കഞ്ഞിക്ക് വകയില്ല. വീടുകൾ ഓരോയിടത്തും കുഞ്ഞുങ്ങൾക്ക് 8-10 പറ അരി കൊണ്ടുപോ 8-10 പറ അരി വെച്ചിട്ടും തികയുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് 8-10 പറ അരി കൊണ്ടുപോരാ, 100 പറ വെച്ചാൽ മുതുക്കന്മാർക്ക് അത് കൊണ്ടങ്ങ് എത്രമാത്രം 2 തെറ്റ് വിളമ്പുമ്പോ എത്തുവല്ല. ഈ ചാകാതിരിക്കുന്നതെല്ലാം കഞ്ഞി കുടിക്കാൻ നേരത്ത് ഇറങ്ങി വരും. നമ്മുടെ ആൾക്കാര് കല്യാണത്തിന് വന്നില്ലെങ്കിലും കഴിക്കുന്നിടത്ത് എല്ലാരും കാണും. അതിന്റെ ഒരു നടല. അപ്പോൾ മരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ ഒരു മരണമുണ്ട്, ഒരിക്കൽ മരിക്കും. എന്നാൽ ദൈവമക്കൾക്ക് അതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല.
ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കും. മരണം നമ്മെ ആമൻ വിളിക്കും. സന്തോഷത്തോടെ കടന്നു പോകണം. അതിന് പൗലോസ് പറഞ്ഞൊരു പ്രയോഗമാ, ആമൻ സ്തോത്രം, ആമൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാ. എന്താ ദൈവമക്കൾക്ക് ഇത് ലാഭം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവമക്കൾക്ക് മരണം ലാഭമാകാൻ കാര്യം ഒന്ന്, നമ്മുടെ ഈ ദ്രവത്വമുള്ള താഴ്ചയുള്ള ഈ ശരീരം മാറി നമുക്കൊരു പുത്തൻ ശരീരം ലഭിക്കും. അതുകൊണ്ട് നമുക്ക് മരണം ലാഭമാ. ഈ ദ്രവത്വമുള്ള താഴ്ചയുള്ള ഈ ശരീരം മാറുമെന്ന് സഹോദരന്മാരെ, ഇത് ദ്രവത്വമുള്ള ശരീരമാ. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏതുവിധം ശരീരത്തോടെ വരുമെന്നും ചോദിക്കുന്ന മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളത്ര ദൈവമോ ഓരോന്നിന് അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ് ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മിക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവൻ, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ നാം സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരത്വങ്ങൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമൃത്യത്വം ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമൃത്യത്വം ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവരുടെ മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണ് നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വാ. മരണമുണ്ട്, പക്ഷേ ദൈവമക്കൾക്ക് അത് ലാഭം. എന്താ ലാഭം? ഈ താഴ്ചയുള്ള ശരീരം മാറി ഒരു പുത്തൻ ശരീരം കിട്ടും എന്ന് പറഞ്ഞാൽ, ഉയർന്നു വരുമ്പോൾ പട്ടിയായിട്ടും പൂച്ചയായിട്ടും പുഴുവായിട്ടും പാറ്റായിട്ടും പല്ലിയായിട്ടും ഒന്നുമല്ല. പല്ലി ചലയ്ക്കുമ്പോ അമ്മച്ചിയാന്ന് തോന്നുന്നു, പിന്നെ അമ്മച്ചി ടെറസേ കയറുന്നത്. നമ്മുടെ അച്ചായനാന്ന് തോന്നുന്നു. എവിടെ? ആണ്ട വാഴത്തണ്ടിലിരിക്കുന്നു. ആരാ വാഴത്തണ്ടേ? ഓ, കണ്ടിട്ടില്ലേ വാഴത്തണ്ടേ? നിങ്ങള് അരിശം കയറിയിരിക്കുകയാണോ അതോ? അപ്പച്ചൻ ഇരിക്കുന്നത് വാഴത്തണ്ട് എങ്ങനെ? കാക്കയുടെ രൂപത്തിൽ. കദളി വാഴ കയ്യിൽ. പണ്ട് ഒരു പാട്ട് കേട്ടോണ്ട്, സിനിമാ പാട്ടാണോ അതോ നാടകമാണോ? കദളി വാഴ കയ്യിലിരുന്ന് കാക്ക വന്ന്, അമ്മച്ചി കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഓ, നിങ്ങളെല്ലാം ആത്മീയരായതുകൊണ്ട് കേൾക്കുന്നില്ല. തികഞ്ഞ ആത്മീയരായതുകൊണ്ട് ഇതൊന്നും. അപ്പൊ ഉയർന്നു വരുമ്പോൾ കാക്കയായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും പട്ടിയായിട്ടും പന്നിയായിട്ടുമല്ല, പുത്തൻ ശരീരത്തോടാ ഉയർത്തു വരുന്നത്. സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. പുതിഗന്ധം നിറയുമീ, പുതിഗന്ധം നിറയുമീ, ദേഹം തകർ നീടുമേ, ദേഹം തകർ നീടുമേ, മംഗളം മംഗളമാ നീ വാഴും നമ്മളെല്ലാരും മംഗളം. അപ്പോൾ പൂതിഗന്ധം നിറയുന്ന ഈ ദേഹമാണ് പാപചായ. പൂതിഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. നമ്മുടെ ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്നതാ. അതെ, ഒരാഴ്ച പല്ല് തേക്കാതിരുന്നേ, തേച്ചിട്ടൊക്കുന്നില്ലല്ലോ. തേച്ച് കഴിഞ്ഞിട്ടും ഏലക്ക ചവച്ചും ജീരകം ചവച്ചും നടക്കുക പലരും. പിന്നെ അമേരിക്കയിലൊക്കെ ആണെന്ന് ചിലര് ഈ മുട്ടനാട് നടക്കുന്ന പോലെ ചവച്ച് എന്തോ വായിലിടുന്നേ, കണ്ടിട്ട് സഭായത്തിന് വരെ ചവച്ചിരിക്കുക ഇവനല്ല. പിന്നെ വേറെ വസതി വാക്യമുണ്ട്, അയവറക്കാത്ത മൃഗത്തെ ആണെന്ന്. അപ്പൊ ഒരു കാര്യം പറയാം, ഭൂതിഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്നതാ. ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, പിള്ളേര് മരിച്ചു, വേണ്ടപ്പെട്ടവര് മരിച്ചു. ഞങ്ങളൊക്കെ മരണ വീടുകളിലൊക്കെ പോകുന്നവരാ. ഞാനാന്ന് മിക്കയിടത്തും പോകും, കഴിവിന്റെ പരമാവധി ദുഃഖഭവനത്തിൽ പോകും. ചിലയിടങ്ങളിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്, എടുക്കാൻ നേരത്ത് പറയാം എന്റെ അച്ചായനെ തരത്തില്ലേ എന്ന് പറഞ്ഞ് സങ്കടത്തോടാ. എന്നാ നമ്മൾ പറയാം, എന്നാ അവിടെ ഇരുന്നോട്ടെ അച്ചായ, ഞങ്ങൾ പോവാന്ന് പറഞ്ഞോ. ഞാൻ ചുമ്മാ പറഞ്ഞ എടുത്തോണ്ട് പോകാൻ പറയും.
കാരണം തങ്കമ്മയ്ക്ക് അറിയാം ഇച്ചിരി കഴിഞ്ഞ അച്ചായന്റെ മട്ട്, അച്ചായം പെട്ടിയിലിരിക്കുകയില്ല, വീർക്കും, പരുവക്കേടാകും, പിന്നെ ആകെ ബുദ്ധിമുട്ടാകും. കാരണം ഇത് ദുർഗന്ധമുണ്ടാക്കുന്ന ശരീരമാണ്. പക്ഷേ ഇതങ്ങ് മാറും. എന്നിട്ട് സാറ് പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്, പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ, ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം മംഗളം മംഗളം. സാധാരണ മംഗളം പാടി അവസാനിപ്പിക്കുക, ഞാനും അങ്ങ് അവസാനിപ്പിക്കുക. എനിക്ക് ഈ വിഷയമൊക്കെ എൻ്റെ ശൈലി അനുസരിച്ച് ഞാൻ ഓർപ്പിച്ചല്ലോ, അത് നന്നായിട്ട് പ്രസംഗിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വേണം. രീതി അതായതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് 8-ന് സമയം തന്ന് 9-ന് നിർത്തണമെന്ന് പറഞ്ഞത് കൊണ്ട് നടത്തിപ്പുകാരി അനുസരിച്ച് ഞാൻ നിർത്തുക. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, കണ്ണടയുന്നതിന് മുന്നേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അതിന് ദൈവം കൃപ നൽകട്ടെ. യേശുക്രിസ്തു ഏക ദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു മാത്രം ദൈവം, യേശുക്രിസ്തുവിടെ മാത്രം രക്ഷ. മൈക്കോപ്പറേറ്റ് ചെയ്യുന്ന സഹോദരന്മാർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. എന്തിയ വീഡിയോക്കാര് മോനെ അവരെല്ലാം പോയോ? എവിടെ പോയി? നിങ്ങൾ വല്ല യേശുവിനെ രക്ഷിത മോനെ വീഡിയോ നിർത്തി പോയതാണോ അതോ എന്തിയ എവിടെ പോയി? യോടി നിങ്ങൾ വല്ല യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. സകല ആൾക്കാരും, മറ്റൊരുത്തലും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ക്ഷണിച്ചവർക്ക് നന്ദി. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ദൈവം സഹായിക്കട്ടെ.